എല്ലാ കൂട്ടുകാർക്കും ബഡ് ആൻഡ് ഫ്ലവറിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് തക്കാളി ചെടിയുടെ കൃഷിരീതിയും അതിൻ്റെ സംരക്ഷണവും അതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പോട്ടിംഗ് മിക്സ് ഇതിനെക്കുറിച്ചെല്ലാം ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. വിത്ത് പാകി തൈകളെല്ലാം കിളിച്ച് വന്നതിന് ശേഷം ഒരു 15 ദിവസം കഴിയുമ്പം നമുക്കത് മാറ്റി നടാം. മാറ്റി നടുമ്പോൾ എപ്പോഴും സോയിൽ മിക്സ് റെഡിയാക്കുമ്പോൾ അതിൽ ഗാർഡൻ സോയിൽ, കുറച്ച് കൊക്കോപീറ്റ്, നീം കേക്ക് പൗഡർ, ബോൺ മീൽ പൗഡർ, ഒപ്പം ഒരൽപ്പം ഡോളോമൈറ്റും ചേർത്ത് കൊടുക്കണം. ഇതാണ് ഡോളോമൈറ്റ്. ഇത് ഞാൻ ആമസോണിൽ വാങ്ങിയതാണ്. ഡോളോമൈറ്റ് ഉപയോഗിക്കുന്നത് ഈ കുമ്മായത്തിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഡോളോമൈറ്റ്. മണ്ണിലെ മഗ്നീഷ്യത്തിൻ്റെ അളവ് കൂട്ടാനാണ് ഈ ഡോളോമൈറ്റ് ഉപയോഗിക്കുന്നത്. ഇലകളെല്ലാം മഞ്ഞ കളറിൽ മാറാതിരിക്കാൻ ആണ് ഈ ഡോളോമൈറ്റ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. തക്കാളി ചെടി നടാൻ 12x15 പോട്ട് സൈസ് അല്ലെങ്കിൽ ഗ്രോ ബാഗ് തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത്. കാരണം തക്കാളി ചെടി ഈ വെണ്ടച്ചെടിയെല്ലാം നല്ല ഹൈറ്റിൽ വളരുന്ന ചെടിയാണ്. അപ്പോൾ അതിന് ചെറിയ ഗ്രോ ബാഗ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ചെടി പിന്നീട് ഒടിഞ്ഞു വീഴാനും പിന്നെ അധികം കായ് ഇടാതിരിക്കാനും അത് കാരണമാകും. തക്കാളി ചെടി മാറ്റി വെച്ച് ഒരു 40-45 ദിവസം കഴിയുമ്പോൾ നമ്മളതിന് സപ്പോർട്ട് കൊടുക്കണം. കാരണം തക്കാളി ചെടി വളർന്നതിന് ശേഷം അതിൽ സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് വേരിന് ഡാമേജ് പറ്റും. അതുകൊണ്ട് നമ്മൾ മുൻപേ ഇതേപോലെ സപ്പോർട്ട് കൊടുത്തിരിക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ടത് നല്ല ഈർപ്പമുള്ള മണ്ണായിരിക്കണം ഈ തക്കാളി ചെടിക്ക് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് അതിൽ നമ്മൾ കൊക്കോപീറ്റ് ആഡ് ചെയ്യണമെന്ന് പറയുന്നത്. വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല, പക്ഷേ ഈർപ്പമുള്ള മണ്ണാണ് ഈ തക്കാളി ചെടിക്ക് ഇഷ്ടമുള്ളത്. തക്കാളി ചെടിയുടെ വേരുകൾ പെട്ടെന്ന് അഴുകിപ്പോകും. അതുകൊണ്ടാണ് നമ്മൾ തക്കാളി ചെടി വയ്ക്കുമ്പോൾ അതിൽ മിക്സിൻ്റെ കൂടെ നീം കേക്ക് പൗഡറും ചേർക്കണമെന്ന് പറയുന്നത്. സൺലൈറ്റ് വേണ്ട ഒരു ചെടിയാണ് തക്കാളി ചെടി. നല്ല വെയിലത്ത് വെച്ചാൽ മാത്രമേ തക്കാളി ചെടിയിൽ നിറയെ പൂവും തക്കാളിയും ഉണ്ടാവത്തുള്ളൂ. അങ്ങനെ പെട്ടെന്ന് രോഗങ്ങളൊന്നും വരാത്തൊരു ചെടിയാണ് തക്കാളി ചെടി. നമ്മളൊന്ന് കെയർ ചെയ്താൽ മാത്രം മതി. ഇതിനുണ്ടാവുന്ന ഒരേ ഒരു പ്രശ്നം ഈ മീലി ബഗ്സ് ആണ്. ഇത് നമ്മൾ കണ്ടാൽ അതിനെ അങ്ങനെ ഞെരടി കളഞ്ഞേക്കണം. വേപ്പെണ്ണയ്ക്കകത്ത് വെളുത്തുള്ളി ചതച്ചിട്ട് അത് 1 ലിറ്ററിനകത്ത് മിക്സ് ചെയ്ത് ഒഴിച്ച് സ്പ്രേ ചെയ്താൽ മതി. മീലി ബഗ്സ് എല്ലാം മാറിക്കോളും. ഇല്ലെങ്കിൽ പുളിച്ച കഞ്ഞിവെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി. ചെടി വളർന്ന് ഒരു 60 ദിവസം കഴിയുമ്പോൾ നമുക്ക് മണ്ണിലേക്ക് ഒരു കൈപ്പിടി നീം കേക്ക് പൗഡറും, ഒരു കൈപ്പിടി ബോൺ മീൽ പൗഡറും, ഒരു കൈപ്പിടി വെർമി കമ്പോസ്റ്റും, അതിനോടൊപ്പം ഈ ഡോളോമൈറ്റിൻ്റെ പൗഡർ 5 ഗ്രാം വെച്ച് ഓരോ ചെടിക്കും ഇട്ട് കൊടുക്കാം. ഈ ഡോളോമൈറ്റിൽ കാൽഷ്യത്തിൻ്റെ മഗ്നീഷ്യത്തിൻ്റെ അളവ് കൂടുതലുണ്ട്. ചെടിക്കുണ്ടാകുന്ന മഞ്ഞളിപ്പ് മാറിക്കിട്ടും. അതോടൊപ്പം തന്നെ ചെടി നല്ല ഹെൽത്തിയായി വളരാനും ഇത് വളരെ യൂസ്ഫുള്ളാണ്. ഇത് നമുക്ക് ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് തക്കാളി ചെടിക്ക് വേണ്ടത് പൊട്ടാഷ്യത്തിൻ്റെ അളവാണ്. ചെടിയിൽ നിറയെ പൂ ഉണ്ടാകാനും കായിടാനും പൊട്ടാഷ്യം വളരെ അത്യാവശ്യമാണ്. ഒരു കൈപ്പിടി ചാരം വെള്ളത്തിൽ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി അത് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. ചാരം പൊട്ടാഷ്യമാണ്. ചാരം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ബനാന വാഴപ്പഴത്തിൻ്റെ തോല് വെള്ളത്തിലിട്ട് ഒരാഴ്ച കഴിഞ്ഞ് അതും ഒഴിച്ചു കൊടുക്കാം. തക്കാളി ചെടി പൂ ഇട്ട് കഴിയുമ്പം എല്ലാം പൂവും പൊഴിഞ്ഞു പോകും. അതിന് കാരണം തക്കാളി ചെടിക്ക് കാൽഷ്യത്തിൻ്റെ അളവ് കുറയുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം മുട്ടയുടെ തോട് ഉണക്കി പൊടിച്ച് ഞാനിങ്ങനെ ഉണക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ച്
ചെടിയുടെ ചുവട്ടിലിട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ ലിക്വിഡ് ഫെർട്ടിലൈസറായിട്ട് ഉപയോഗിക്കാം. അതായത് നന്നായിട്ട് പൊടിച്ച് വെള്ളത്തിൽ കലക്കിയും ചെടിക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് മുട്ടയുടെ തോല് ചെടിക്ക് ഇടുന്നതിന് ഇഷ്ടമല്ലെങ്കിൽ ചുണ്ണാമ്പില്ലേ, 1/2 സ്പൂൺ ചുണ്ണാമ്പെടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി അത് ചെടിക്ക് ഒഴിച്ചു കൊടുക്കാം. പൂക്കൾ കൊഴിഞ്ഞു പോകുന്നതിൻ്റെ മറ്റൊരു കാരണം ചെടിയിൽ പോളിനേഷൻ നടക്കാത്തതാണ്. അങ്ങനെയുള്ളപ്പോൾ നമ്മളതിനെ ഹാൻഡ് പോളിനേഷൻ ചെയ്യണം. അപ്പം നമ്മൾ ഇത് ഇങ്ങനെ തട്ടിവിട്ടാൽ മതി. ഓരോ പൂവിനെ ഇങ്ങനെ തട്ടിവിട്ടാൽ അതിൽ പരാഗണം നടന്നുള്ളൂ. എൻ്റെ ചെടിയെല്ലാം നല്ല ഹെൽത്തി ആയിട്ട് വളർന്നിട്ടുണ്ട്. അടുത്തതായിട്ട് തക്കാളി ചെടിക്ക് വേണ്ടത് ഫോസ്ഫറസ് ആണ്, റോക്ക് ഫോസ്ഫേറ്റ്. തക്കാളി ചെടിയിലെ പൂക്കളെല്ലാം കായ്കളായി മാറണമെങ്കിൽ റോക്ക് ഫോസ്ഫേറ്റ് തക്കാളി ചെടിക്ക് ഇട്ട് കൊടുക്കണം. അതൊരു കൈപ്പിടി ഒരു 5 ലിറ്റർ വെള്ളത്തിൽ കലക്കി അതും നമുക്ക് തക്കാളി ചെടിക്ക് ഒഴിച്ചു കൊടുക്കാം. അടുത്തത് തക്കാളി ചെടിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ മണ്ണിനോട് ചേർന്ന് നിൽക്കുന്ന ഈ തണ്ടിൽ താഴെ മണ്ണിൽ നിൽക്കുന്ന ഇലകളെല്ലാം പറിച്ച് കളഞ്ഞേക്കണം. കാരണം മണ്ണിൽ നിന്നുള്ള ജീവികളെല്ലാം ഈ തക്കാളി ചെടിയിൽ വളരെ പെട്ടെന്ന് കയറാനത് കാരണമാകും. നല്ല സൺലൈറ്റ് ഡയറക്റ്റായിട്ട് മണ്ണിൽ പട്ടാൽ മാത്രമേ ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ബ്രാഞ്ചസ് ഇങ്ങനെ മണ്ണിനോട് ചേർന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം പറിച്ച് കളയണം. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഈ ഒരു ബ്രാഞ്ചിൻ്റെ മേലെ ഇന്നൊരു ബ്രാഞ്ച് വരുന്നുണ്ട്. അപ്പോൾ അതേപോലെയുള്ള ബ്രാഞ്ചസ് കണ്ട് അതങ്ങ് ഒടിച്ച് കളഞ്ഞേക്കണം. ഇതെല്ലാം ആവശ്യമില്ലാത്തതാണ്. ഇത് ചെടിയെ കൂടുതൽ ഹെൽത്തിയായി വളരാൻ അനുവദിക്കത്തില്ല. മണ്ണിൽ നിന്നും 1 ഇഞ്ച് ഹൈറ്റിൽ വേണം അതിൻ്റെ ബ്രാഞ്ചസ് വളർത്താൻ. മണ്ണിനോട് ചേർന്ന് നിൽക്കാൻ പാടില്ല. ഇത് റോക്ക് ഫോസ്ഫേറ്റ് ആണ്. തക്കാളി ചെടിയിൽ കൂടുതൽ തക്കാളി ഉണ്ടാകാനും പൂക്കൾ കൊഴിഞ്ഞു പോകാതിരിക്കാനും നമ്മളിത് ചേർത്ത് കൊടുക്കണം. പൂ വന്നതിന് ശേഷം ഇത് ചേർത്ത് കൊടുക്കണം. ചാരം ചേർത്ത് ഒരു 2 ദിവസം ചാരം വെള്ളത്തിൽ കലക്കി ഒഴിച്ച് 2 ദിവസം കഴിഞ്ഞിട്ട് ഈ ഫോസ്ഫറസ് ചെടിയിൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിത് എങ്ങനെ ചെടിയിൽ ഒഴിച്ചു കൊടുക്കുന്നതെന്ന് കാണിച്ചു തരാം. 2 ലിറ്റർ വെള്ളത്തിലോട്ട് ഇപ്പോൾ ഞാൻ ഒരു 1/2 കൈപ്പിടി, ഒരു കൈ ഫുള്ളായി എടുത്തിട്ടില്ല, ഒരു കൈപ്പിടി ഫുള്ളായി എടുക്കുവാണെങ്കിൽ 5 ലിറ്റർ വെള്ളത്തിൽ കലക്കണം. നമുക്കിത് ഒരു 1/2 മഗ് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ അതിൻ്റെ ഓരോ വളർച്ചയിലും നമ്മളിങ്ങനെ ഓരോ വളം ചേർത്ത് കൊടുത്താൽ നിങ്ങളുടെ തക്കാളി ചെടിയിലും കായ്കൾ അതാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം, ബായ്.